വെരിക്കോസ് വെയിൻ വന്നവർക്ക് ഈ വെരിക്കോസ് വെയിനിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ വെരിക്കോസ് വെയിൻ കാരണം ഉണ്ടായിട്ടുള്ള വേദന, കടച്ചിൽ, ചൊറിച്ചിൽ, അതുപോലെ ഈ വെരിക്കോസ് വെയിൻ ക്രോണിക് സ്റ്റേജ് ആയിട്ട് മാറി അൾസറായിട്ട് മാറിയവർ, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ആഷ്നസ് വെൽനസ് ക്ലിനിക്, കൂത്തുപറമ്പ, പിലാത്തറ. നമ്മളെ കാലുകളിലുള്ള വെയിൻ അത് വീർത്ത് തടിച്ച് പിണഞ്ഞു കിടക്കുന്നത് പോലെ കാണുന്ന ഒരവസ്ഥയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ശരീര അവയവങ്ങളിലേക്കൊക്കെ കൊടുത്തതിന് ശേഷം ഇത് തിരിച്ച് നമ്മുടെ കാല് വഴി നമ്മൾ ഹൃദയത്തിലോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. ഈ കാല് വഴി ഹൃദയത്തിലോട്ടേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകളിലാണ് ഈ ഒരു വെരിക്കോസ് വെയിൻ കണ്ടുവരാറുള്ളത്. ഈ രക്തക്കുഴലുകളെയാണ് വെയിൻ അല്ലെങ്കിൽ സിരകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെയിനിൽ ശരിക്കും നമ്മളെ ശരീരത്തിൽ ഈ താഴോട്ടേക്ക്, അതായത് ഹൃദയത്തിൽ നിന്നും അവയവങ്ങളിലോട്ടേക്ക് ബ്ലഡ് എത്തിക്കാൻ വേണ്ടി ഗ്രാവിറ്റീൻ്റെ സപ്പോർട്ട് മതിയാകും. പക്ഷേ തിരിച്ച് കാലുകളിൽ നിന്നും നമ്മളെ ഹൃദയത്തിലോട്ടേക്ക് ബ്ലഡ് എത്തിക്കണമെങ്കിൽ മസിൽ പമ്പിങ് ആക്ഷൻ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. അതായത് കാലുകളിലുള്ള മസിൽസ് ഇങ്ങനെ അമർന്ന് ആ ബ്ലഡ് മുകളിലോട്ടേക്ക് എത്തിക്കണം, എങ്കിലേ നമ്മളെ ഹൃദയത്തിലോട്ടേക്ക് ബ്ലഡ് കിട്ടുള്ളൂ. ഇതാണ് ശരിക്കും സർക്കുലേഷനായിട്ട് നമ്മളെ ബോഡിയിൽ നടക്കുന്നത്. അപ്പോൾ ഈ വെയിനിൻ്റെ ഉള്ളിൽ ഒരു വാൾവ് ഉണ്ട്. അതായത് ഈ വെയിൻ വഴി അശുദ്ധ രക്തമാണ് നമ്മളെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ അശുദ്ധ രക്തം മുകളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അത് താഴോട്ടേക്ക് വീഴാതിരിക്കാൻ വേണ്ടി അവിടെ ഇത് തടഞ്ഞു നിർത്തുന്ന ഒരു വാൾവ് ഉണ്ട്. ഈ വാൾവിൽ ഉണ്ടാവുന്ന വീക്ക് അല്ലെങ്കിൽ ഈ വാൾവ് ഡാമേജ് ആകുക, ആ സമയത്ത് അശുദ്ധ രക്തം മുകളിലോട്ടേക്ക് പോകുന്നത് താഴോട്ടേക്ക് ഇങ്ങോട്ടും ഇതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആവാതെ അവിടെ കുടുങ്ങിക്കിടക്കും. അപ്പോൾ ആ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് അവിടെ ബ്ലഡ് പ്രത്യേകമായിട്ട് ക്ലോട്ടായിട്ട് അത് നമ്മൾ പുറത്ത് ഈ ഞരമ്പ് ഇങ്ങനെ വീർത്ത രീതിയിൽ കാണുന്നത്. ഇതാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ വരാൻ പല രീതിയിലുള്ള കാരണങ്ങളുണ്ട്. അതിലൊരു കോമൺ ആയിട്ടുള്ളൊരു കാരണമാണ് ജനറ്റിക്, അതായത് പാരമ്പര്യം കൊണ്ടുണ്ടാവുന്ന ഈ ഒരു വെരിക്കോസ് വെയിനിൻ്റെ ഇഷ്യൂ. അതായത് മുൻ തലമുറയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പ്രായമാകുമ്പോൾ നമുക്കും ഈ കാലുകളിൽ ഈ വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാരം കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴാണ്. അമിതഭാരം കാരണം നമ്മുടെ കാലുകളിലുള്ള വെയിൻ അല്ലെങ്കിൽ സിരകളിലോട്ടേക്ക് ഓവറായിട്ട് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അത് കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും വെരിക്കോസ് വെയിൻ ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഒരു കാരണം ഫാറ്റി ലിവർ ആണ്. ഈ ഫാറ്റി ലിവർ ഉള്ള സമയത്ത് പുരുഷന്മാരിലും സ്ത്രീകളിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവാൻ തുടങ്ങും. ഈ ഹോർമോണൽ ഇംബാലൻസ് മെയിനായിട്ട് ഈസ്ട്രോജൻ ഡോമിനൻ്റ് ആണ്. ഈസ്ട്രോജൻ ഡോമിനൻ്റ് ആയിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് തന്നെ നമുക്ക് വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത വളരെയധികം പോസിബിലിറ്റി ഉണ്ട്. മറ്റൊരു കാരണം തൈറോയ്ഡാണ്. തൈറോയ്ഡ് രോഗികൾക്കും ഹോർമോണൽ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ വെരിക്കോസിൻ്റെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ വരും. പിന്നെ പ്രധാനമായിട്ടും ഈ വെരിക്കോസ് വെയിൻ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കുറേ നേരം നിന്നിട്ടുള്ള ജോലി ചെയ്യുമ്പോഴാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അത് കുറേ നേരം നിന്നിട്ടുള്ള പണിയാണല്ലോ. അതുപോലെ സ്റ്റാഫ് നേഴ്സ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ കുറേ നേരം ഈ നിന്ന് ജോലികൾ ചെയ്യുമ്പം കാലുകളിലുള്ള മസിൽസ് പ്രത്യേകമായിട്ട് കോൺട്രാക്ട് ചെയ്യില്ല. അതായത് ഇവർ കറക്റ്റായിട്ട് ഇങ്ങനെ അമരണം. ഇവരിങ്ങനെ അമരുമ്പോഴാണ് എന്താവുന്നത്, പതുക്കനെ ഈ കാലിലെ രക്തക്കൊഴൽ വഴി ഈ ബ്ലഡ് മുകളിലോട്ടേക്ക് പോകുന്നത്. പക്ഷേ കുറേ നേരം നിൽക്കുമ്പോൾ ഈ മസിൽസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കോൺട്രാക്ട് ചെയ്യില്ല. കോൺട്രാക്ട് ചെയ്യാതിരിക്കുമ്പോൾ മുകളിലോട്ടേക്ക് ബ്ലഡ് പോകുന്നത് സാവധാനത്തിൽ കുറയും. കാരണം അവിടുത്തെ വാൾവ് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആകുമ്പോൾ മുകളിലോട്ടേക്ക് പോകേണ്ട ബ്ലഡ് മുകളിലോട്ട് പോവാതെ അവിടെ സ്റ്റക്കായി കിടന്ന് അങ്ങനെ വെരിക്കോസ് വെയിൻ ഗ്രാജ്വലി നമുക്ക് ഉണ്ടാവും. പിന്നെ ഒരു പ്രഗ്നൻസി ടൈമിലാണ് ഈ ഒരു വെരിക്കോസ് വെയിൻ വരാനുള്ള മറ്റൊരു സാധ്യത. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ താങ്ങും തോറും കൂടുതൽ പ്രഷർ വരാൻ തുടങ്ങും കാലുകളിലുള്ള രക്തക്കുഴലുകളിലേക്ക്. അപ്പോൾ ഈ രക്തക്കുഴലുകളിലേക്ക് കൂടുതൽ പ്രഷർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള വാൾവ് ഡാമേജ് ആകുകയും അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഗ്രാജ്വലി വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നൊന്നാണ് ഈ നമ്മുടെ യൂട്രസിലൊക്കെ ഫൈബ്രോയിഡ് പോലുള്ള ഇഷ്യൂസ് കാരണം കാലിലെ ഞരമ്പിലേക്ക് കൊടുക്കുന്ന പ്രഷർ കാരണം ഉണ്ടാകുന്ന വെരിക്കോസ് വെയിൻ, അല്ലെങ്കിൽ നമ്മുടെ വയറിൽ എന്തെങ്കിലും മുഴകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ
അത് കാരണം നമുക്ക് വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് സെക്കൻഡറി വെരിക്കോസ് വെയിൻ ആണ്. അതായത് DVT, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും. അതായത് നമ്മുടെ കാലിൻ്റെ ഉള്ളിലൊരു ഒരു രക്തക്കുഴലുണ്ട്. ആ ഒരു രക്തക്കുഴലുകളിൽ ഇതുപോലെ ബ്ലോക്കോ അല്ലെങ്കിൽ രക്തക്കുഴലിലൂടെ രക്തം കറക്റ്റ് പോവാതെ അവിടെ കെട്ടിക്കിടക്കുമ്പോൾ അതുവഴി രക്തം പോവാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുറമേയുള്ള നമ്മുടെ കാലുകളിൽ പുറമേ കാണുന്ന ആ ഒരു രക്തക്കുഴൽ വഴി കൂടുതൽ പ്രഷറൈസ് ചെയ്തിട്ട് രക്തം പമ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു പ്രഷറൈസ് കാരണം നമുക്ക് എന്താവും, വാൾവ് ഗ്രാജുവലി ഡാമേജ് ആകുകയും അത് കാരണം നമുക്കൊരു വെരിക്കോസ് വെയിൻ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ നമുക്ക് ഈ കുറേ നാളുകളോളം ഉണ്ടാകുന്ന ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പികൾ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുന്നവർക്ക് അത് കാരണം വെരിക്കോസ് വെയിനിൻ്റെ പ്രശ്നം ഉണ്ടാകും. കൂടുതൽ നേരം നമ്മൾ വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പുറമേ നമ്മളെ സ്കിന്നിൽ ഒരു കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഈ ഒരു പ്രോട്ടീൻ ഗ്രാജുവലി ഡാമേജ് ആവാൻ തുടങ്ങുമ്പോൾ ഇത് രക്തക്കുഴലുകളെ ബാധിക്കാൻ തുടങ്ങും. ഈ രക്തക്കുഴലുകളെ ബാധിക്കുമ്പോൾ അവിടെയുള്ള വാൾവാണ് വീക്കാവുന്നത്. വാൾവ് വീക്കായാൽ സ്വാഭാവികമായും മുകളിലോട്ടേക്ക് പോകേണ്ട അശുദ്ധ രക്തം അവിടെ കിടക്കുകയും കെട്ടിക്കിടക്കുമ്പോൾ അവിടെയുള്ള ഈ ഞരമ്പിങ്ങനെ തടിച്ച് വീർത്ത് നമുക്ക് പുറത്ത് കാണാനും ഉണ്ടാകും. ഇത് മറ്റൊരു റീസൺ കൂടിയാണ്. പിന്നെ നമുക്ക് മെനോപോസ്, അതായത് സ്ത്രീകളുടെ മെൻസ്ട്രുവേഷൻ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് കാരണം ഉണ്ടാവുന്ന ഒരു വെരിക്കോസ് വെയിൻ. അതായത് ഈ സ്ത്രീകളുടെ മെനോപോസ് ആയിക്കഴിഞ്ഞാൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ തമ്മിലുള്ള ഹോർമോണൽ വ്യതിയാനം ഉണ്ടാകും. അതിൽ ഈ പ്രൊജസ്ട്രോൺ കുറച്ച് കുറവായിരിക്കും, ഈസ്ട്രോജൻ അതിനേക്കാളേറെ കുറച്ചൊന്ന് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈസ്ട്രോജൻ ഡോമിനൻ്റ് ആയിട്ടുള്ള വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് വെരിക്കോസ് വെയിൻ വരാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ നമ്മൾ ഇപ്പം വെരിക്കോസ് വെയിനിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറേ പേർക്ക് എന്തായാലും ഉണ്ടാവും. അതായത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടാവില്ല, ഗ്രാജുവലി വേദനകളും അതുപോലെ അതിൻ്റെ പല ലക്ഷണങ്ങളും ഉണ്ടാവും. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴേ ഇതിലേതെങ്കിലും ഒരു കാരണം നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടോ, അപ്പോൾ ആ കാരണം കൂടി നമ്മൾ നോക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴാണ് ശരിക്കും വെരിക്കോസ് വെയിൻ എല്ലാ രീതിയിലും ബുദ്ധിമുട്ട്, അത് പൾസർ ആയാലും അതെ, അതിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ബുദ്ധിമുട്ടുകളായാലും അതെ, എല്ലാം നമുക്ക് ക്ലിയർ അപ്പ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഡീപ്പ് റൂട്ടും കൂടി നോക്കി അത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ക്രമേണ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. പിന്നെ ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പം നമുക്ക് ആദ്യം തന്നെ ഉണ്ടാകുന്നത് കടച്ചിലായിരിക്കും. കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാലൊരു കടച്ചിൽ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആ വേദന കുറയുന്ന രീതിയിലൊരു വേദനയാണ് ഉണ്ടാകുക. പിന്നെ ഗ്രാജുവലി നമുക്കത് കാലുകൾ മൊത്തത്തിൽ നീര് കയറും, കാലിൽ വേദനകൾ, കടച്ചലിനേക്കാളേറെ വേദന വരാൻ തുടങ്ങും, ചൊറിച്ചൽ വരും, മരവിപ്പ് വരും, പതുക്കിനെ നമുക്ക് പുകച്ചൽ കാര്യങ്ങൾ വരും. കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ കാല് മൊത്തം നീര് നിറഞ്ഞ രീതിയിൽ വരും. റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ നീർക്കെട്ട് കുറയും. പിന്നെ ഈ കാലിൻ്റെ സ്കിൻ കളറ് പതുക്കനെ മാറി അതൊരു റെഡ് കളറായി പിന്നെ അത് ബ്ലാക്ക് കളറിലോട്ടേക്ക് മാറാൻ തുടങ്ങും. അത് വെരിക്കോസ് എക്സിമ പോലുള്ള വേറൊരു എക്സിമ കണ്ടീഷനിലോട്ടേക്ക്, സ്കിൻ അലർജി പോലെയുള്ളൊരു കണ്ടീഷനിലേക്ക് മാറും. ഗ്രാജുവലി അൾസറായിട്ട് മാറും. ഇതാണ് നമുക്ക് വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഈ വെരിക്കോസ് വെയിന് പലതരത്തിലുള്ള സ്റ്റേജുകളുണ്ട്. 5 സ്റ്റേജുകളായിട്ടാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകുക. അതിലത്തെ ആദ്യത്തെ സ്റ്റേജാണ് സ്പൈഡർ വെയിൻ എന്ന് പറയും. അതായത് നമ്മൾ കാണാറുണ്ട് ചില ആളുകളുടെ കാലുകളിൽ ഒരു പർപ്പിൾ, ഒരു പിങ്ക് കളർ പോലെയുള്ളൊരു ചെറിയൊരു നേർത്ത രക്തക്കുഴലുകൾ ഇങ്ങനെ ചുരുണ്ടിങ്ങനെ കാണുന്നത്, ഇതിന് സ്പൈഡർ വെയിൻ എന്ന് പറയും. ഇതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ്. ഇതിലങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടാവില്ല. പിന്നെയാണ് നമുക്ക് സ്റ്റേജുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. സ്റ്റേജ് 2 അതിൽ നമ്മുടെ ഞരമ്പ് ചെറുങ്ങനെ ഇങ്ങനെ വീർത്ത് വരാൻ തുടങ്ങും.